ഞങ്ങളെ ആരോഗ്യ മൊഴിയെടുക്കാൻ ഞങ്ങളെ വിളിച്ചായിരുന്നു. അത് അവരെ ക്ലിനിക്കിലാണ് വിളിച്ചത്. അത് ക്യാമറ എല്ലാം വെച്ചിരിക്കുന്ന ഒരു ക്ലിനിക്കാണ്. അതിൽ നമ്മളെ മൊഴി നമ്മൾ പറയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മൈക്ക് വെച്ച് എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ പോലീസിൽ നിന്ന് വിളിച്ച് ഞങ്ങളെ മൊഴിയെടുത്തു. ബാക്കി ഉള്ള ഒരു അധികാരികളും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഈ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് അങ്ങനെ ഒരു വിളിച്ച് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കൊടുത്തത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ജില്ലാ കളക്ടർക്ക് കൊടുത്തു, ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു, ആരോഗ്യ ഡയറക്ടർക്ക് കൊടുത്തു, മേയർക്ക് കൊടുത്തു, പിന്നെ DMAക്ക് കൊടുത്തു. വിളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളെ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞങ്ങൾക്ക് ഇതെല്ലാം പറയണം. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ കുട്ടിയുടെ അവസ്ഥ ഇതാണ്. കുട്ടിയെ ഇപ്പം വീട്ടിൽ കൊണ്ടുവന്നു. കൈകാലുകൾക്ക് മുറിവ് ഉണ്ട്, അത് ഉണങ്ങിയിട്ടില്ല. ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. നല്ല ശരീരം ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. സംസാരിക്കാൻ തന്നെ വലിയ പാടാണ്. കുറച്ച് ആഹാരമാണ് കഴിക്കുന്നത്. ഇനി കുട്ടികൾ സ്കൂള് തുറക്കാൻ പോവുകയാണ്. കുട്ടികൾ ഇന്നലെ അമ്മയെ കണ്ടപ്പോൾ കുട്ടികൾക്ക് അമ്മയെ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത അമ്മ എന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. അത് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആർക്കും ബന്ധുക്കളൊക്കെ വന്നു, വണ്ടിയിൽ കൊണ്ട് ഇറക്കിയായിരുന്നു. അവരെല്ലാം കരഞ്ഞുകൊണ്ടാണ് പോയത്, ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് കുട്ടിയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നു. മോള് പറഞ്ഞത് അവള് പെട്ടുപോയി എന്നാണ്. അവർ ഒരിക്കൽ ഫോൺ ചെയ്തു, പിന്നെ അവർ നിരന്തരം അവളെ വിളിച്ചു. അവൾ പെട്ടുപോയി. നിങ്ങൾക്ക് തലേ ദിവസം വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ എന്നിട്ട് പറയുക, ഏതെങ്കിലും മോൻ വിളിച്ച് ചോദിച്ചു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടാൽ കുഴപ്പമില്ല, രാവിലെ വന്നാൽ മതി, ഒരു ട്രിപ്പ് ഇട്ടാൽ തീരുന്ന പ്രശ്നം. അതാണ് നമുക്ക് പറ്റിയ അബദ്ധം. അവർ പറഞ്ഞ വാക്കുകൾ അവർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഇതൊന്നും മെഡിക്കൽ ബോർഡിന് ഇതൊന്നും ഒരു കാര്യമല്ല. ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് അവരെഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അതിനെതിരെ DMAക്ക് ഇന്നലെ പരാതി കൊടുത്തു. വ്യക്തതയില്ല, വ്യക്തതയാക്കണം. പിഴവുണ്ടോ അത് രേഖപ്പെടുത്തണം. അതിനെതിരെയാണ് നമ്മൾ പരാതി കൊടുത്തത്. ഞങ്ങൾ നിയമപക്ഷമായി കോടതിയിൽ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇതേ ഞങ്ങളെ ഉദ്ദേശമുള്ളൂ.